ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അങ്ങനെ പതിവ് പോലെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ എന്ന് പറഞ്ഞൊരു 5:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റതാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഹസ്ബൻഡ് പോണതിനുള്ളിൽ ആളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യവും പിന്നെ ഒരു 10-11 മണിയാകുമ്പോൾ കഴിക്കാനുള്ളതും പിന്നെ ഉച്ചക്കുള്ളതൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. നേരം പരപരാ വിളിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ അടുക്കള വശത്തിൻ്റെ ബാക്ക് വ്യൂ ആണ് കാണുന്നത്. നല്ല രസമാണ് ഈ നേരം വെളുത്ത് വരുന്ന സമയത്ത് അവിടെ കാണാൻ വേണ്ടിയിട്ട്. ബാക്കിൽ തന്നെ വലിയൊരു പറമ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വെച്ച സാമ്പാറിൻ്റെ ബാക്കിയുണ്ട്. പിന്നെ ഞാൻ ഈ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് കൊടുക്കാനുള്ളതൊക്കെ നേരത്തെ കൊടുത്തു വിട്ടു. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും ഞാൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ. പിന്നെ രാവിലത്തെ പണി കഴിഞ്ഞതിൻ്റെ കുറച്ചധികം പാത്രങ്ങളും ഒക്കെ കഴുകാനുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷെയ്ക്കാണ് കുടിക്കുന്നത്. ഷെയ്ക്ക് കുടിച്ചിട്ട് പോകും. അതായത് നമ്മുടെ പഴവും പാലും പിന്നെ സ്വീറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇടും. പിന്നെ ഓട്സും കൂടിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ക്ക് കൊടുത്തു വിടും. പിന്നെ അതേ നമ്മുടെ കുട്ടിമണികൾ ഇവിടെ എഴുന്നേറ്റിട്ടുണ്ട്. വാവ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ അനങ്ങാണ്ടും മിണ്ടാണ്ടൊക്കെ കളിച്ചൊക്കെ കിടന്നോളൂ കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല ഇതുവരെ. അപ്പോൾ അതേ അജുക്കുട്ടനും എഴുന്നേറ്റിട്ടുണ്ട്, രാമൻകുട്ടനും എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി എഴുന്നേറ്റിട്ടുള്ള ഒരു ബഹളങ്ങളിലാണിപ്പോൾ. പിന്നെ ഇതേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെയുള്ള ചെറിയൊരു സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ രാവിലെ ഇപ്പോൾ രാമന് സ്കൂൾ നേരത്തെ അടച്ചു കേട്ടോ. ഈ പ്രാവശ്യം അവർക്ക് ഓൺ എക്സാം പോലും ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ സ്കൂളിൽ പനിയൊക്കെ ആയിട്ട് ഓൾറെഡി കുറച്ച് ലീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വീണ്ടും പനിയും എല്ലാ പിള്ളേർക്കൊക്കെ വന്നപ്പോൾ വീണ്ടും സ്കൂൾ അടച്ചിരിക്കുകയാണ്. രാമൻ അതുകൊണ്ട് ഈ തിങ്കളാഴ്ച മുതൽ ക്ലാസ്സിൽ പോയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വെള്ളിയാഴ്ചയാണ് സെലിബ്രേഷനോടെ അടക്കുന്നത്. അപ്പോൾ രാമൻ ഈ പ്രാവശ്യം സെലിബ്രേഷനും ഉണ്ടായില്ല കേട്ടോ. ഞങ്ങൾ സത്യത്തിൽ അതിൻ്റെ ഒരു വിഷമത്തിലാണ്. കാരണം സെലിബ്രേഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നേരത്തെ ഞങ്ങൾ ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അജുക്കുട്ടൻ രാവിലെ തന്നെ ഇന്ന് കുറച്ച് മൂഡ് ഇടച്ചിലാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. രാവിലെ തന്നെ ഇങ്ങനെ കരഞ്ഞും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ തലേന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ടും കാര്യങ്ങളും അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് കിട്ടിക്കൊള്ളണം. അപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ വാട്ടർ മെലൺ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി അതിൻ്റെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ അജുക്കുട്ടൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ആ ഫ്രൂട്ടായിരിക്കും. അപ്പോൾ ഇന്ന് അജുക്കുട്ടൻ രാവിലെ തന്നെ വാട്ടർ മെലൺ വെച്ചിരിപ്പുണ്ട്. പിന്നെ അവൻ അത് കഴിച്ചോളും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ എനിക്ക് നിർബന്ധമുണ്ട് എന്തെങ്കിലും പാട്ട് കേൾക്കാന്നുള്ളത്. രാമൻ അത് മാറ്റും. അജുക്കുട്ടന് ടി വി അങ്ങനെ മാറ്റാൻ അറിയില്ല. രാമൻ പക്ഷേ മാറ്റും കേട്ടോ. അപ്പോൾ ഞാൻ സമ്മതിക്കില്ല. നെറ്റ് ഓഫ് ആക്കുമെന്നൊക്കെ പറഞ്ഞ് ഇതാക്കുമ്പോഴേക്കും അവൻ കുറച്ച് നേരമൊക്കെ നമ്മൾ പാട്ട് കേട്ടേക്കും. പിന്നെ രാമന് കൊടുക്കും അവന് ഇഷ്ടമുള്ളത് കാണാം. പിന്നെ ഞാൻ വാവയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ കണ്ണങ്കായാണ് കേട്ടോ. അത് കണ്ണങ്കായുടെ സ്ലൈസേ ഞാൻ വാങ്ങാറുള്ളൂ. ഞാൻ പൊടിയൊന്നും വാങ്ങാറില്ല കേട്ടോ. അപ്പോൾ സ്ലൈസ് ഞാൻ പൊടിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അത് പൊടിച്ചിട്ട് നമ്മൾ സാധാരണ പോലെ കുറുക്കി കൊടുക്കും. അത് മാത്രമായിട്ട് കുറുക്കി കൊടുക്കും. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിൽ പഴം ഏതെങ്കിലും ഞാലിപ്പൂവനോ റോബസ്റ്റോ എന്ത് പഴമാണ് നമ്മളുടെ കയ്യിലുള്ളത് അത് കൈ കൊണ്ട് തന്നെ ഉടച്ച് ഞാൻ ചേർത്തിട്ട് അതും കൂടി ഇട്ടിട്ട് കുറുക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പൊടി അടിക്കുമ്പോൾ ഇപ്പോൾ ഇൻ കേസ് കൂടുതലാണെന്ന് തോന്നിയാൽ ഞാനത് ബാക്കിയുള്ളത് എടുത്തിട്ട് വേറൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഞാൻ അടച്ച് വയ്ക്കും. അത് വീണ്ടും നമുക്ക് ചിലപ്പോൾ അന്നത്തെ ദിവസം തന്നെ വീണ്ടും ഞാൻ അതിനെ കുറുക്കി കൊടുക്കില്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലത്തേക്ക് അത് എടുക്കും കേട്ടോ. പിന്നെ അത് നമുക്ക് ചോറ് ഊറ്റാനുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ ഊറ്റി ഞാൻ അതൊക്കെ മൂടി സേഫായിട്ടൊക്കെ വെച്ചു. അപ്പോൾ രാവിലെ ഓൾമോസ്റ്റ് ഇങ്ങനെ നേരത്തെ എല്ലാം ആകും. ഇപ്പോൾ എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം, ഹസ്ബൻഡും ജോലിക്ക് പോവും, രാമനും പഠിക്കാൻ പോകുന്ന ദിവസമാണെങ്കിൽ രാവിലെ തന്നെ എല്ലാ കാര്യവും കഴിയും. പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ സാമ്പാറും പിന്നെ ദോശയും 2 ദോശ ഞാൻ കഴിക്കുകയുള്ളൂ കേട്ടോ. ഞാനങ്ങനെ ഫുഡ് ഇത്തിരി കൺട്രോളുമാണ്. എനിക്കങ്ങനെ വിശപ്പം തോന്നാറില്ല. പിന്നെ ഞാൻ കോഫി അഡിക്റ്റാണ്. എനിക്ക് കോഫി ഡെയിലി ഒരു ഗ്ലാസ് കിട്ടണം. ഇപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ കുറേ നാൾ കുടിക്കും, കുറച്ച് നാൾ നിർത്തും, പിന്നെ ഞാനത് വീണ്ടും കുടിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരുന്നതിന് ശേഷം പിന്നെ എൻ്റെ പരിപാടികളിലേക്ക് ഞാൻ കടന്നു. എനിക്കത് പെര അടിക്കാനുണ്ടായിരുന്നു, ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ കുടഞ്ഞ് വിരിക്കാൻ സത്യം പറഞ്ഞാൽ വെറുതെയാണ്. ഇപ്പം തന്നെ അത് കൊളാക്കും. കൂടാണ്ട് നമ്മളെ ഹാളിലാണ് 2 കട്ടിലും കൂടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ ചവിട്ടിക്കയറൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൽ മണ്ണും കാര്യങ്ങളൊക്കെ ആവും. വീണ്ടും കുടഞ്ഞ് നമ്മൾ കിടക്കേണ്ടി വരും കേട്ടോ. പിന്നെ എനിക്ക് തുണികളും കാര്യങ്ങളൊക്കെ വിരിക്കാനുണ്ട്. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി ഊരി വെച്ച തുണികളുണ്ടായി വിരിക്കാൻ. പിന്നെ ഇന്നലെ നമ്മൾ ഇട്ടിട്ട് ഉണങ്ങാത്ത 2-3 ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് വിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് കളം ഇടാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ടതൊക്കെ വാരിക്കളഞ്ഞ് അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോൾ റെൻറ്റിന് താമസിക്കുന്ന വീട്ടിൽ ഒരുപാട് ഇലകളുണ്ട്.
പൂച്ചെടികളില്ല, പൂച്ചെടികൾ ഇവിടെ കുറവാണ്, ഒന്ന് രണ്ടേ ഉള്ളൂ. ഒരു ചെമ്പരത്തി, കട്ട ചെമ്പരത്തിയില്ലേ, അതിരിപ്പുണ്ടെന്നല്ലാതെ വേറെ അങ്ങനെ അധികമൊന്നുമില്ല. പക്ഷെ ഒരുപാട് ഇലച്ചെടികളുണ്ട്, കളറായിട്ട് നല്ല ഡാർക്ക് കളർ, അതിനെന്താ ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ളൊരു ചെടിയുണ്ട്, പിങ്ക് കളറുള്ള ചെടിയുണ്ട്, പിന്നെ മഞ്ഞയും ഗ്രീനും കൂടി ഉള്ളതുണ്ട്, ഗ്രീനിൽ വേറൊരു മഞ്ഞ പൊട്ട് പോലെ ഉള്ളതുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്, ഒരു വൈറ്റിൽ പിന്നെ ഒരു ഗ്രീൻ വരുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമാതിരി വെറൈറ്റി ഓഫ് ഇലച്ചെടികൾ ഈ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ അരിഞ്ഞാണ് കാളം ഇടണത്. അപ്പോൾ ഒരു കട്ടച്ചെമ്പരത്തി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ എൻ്റെ കളം ദേ ഇതാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ചോതി 2 തവണയാണ്, അതായത് അത്തം ചിത്ര ചോതി 2 ദിവസമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും ചോതിയാണ്, ഇന്നലെയും ചോതിയായിരുന്നു. അപ്പോൾ ദേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോകുന്നുള്ളൂ. ഞാനിങ്ങനെ അവരുടെ പുറകെ നടന്ന് കഴിക്കുന്ന പറയാറില്ല. അതായത് സമയമൊക്കെ വൈകുന്നു എന്ന് തോന്നിയാൽ വിശപ്പില്ലേ കഴിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും. ഇല്ലെങ്കിൽ അവർ പറയുമ്പോഴാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവർ മര്യാദക്ക് അത് കഴിച്ചോളും. ഇല്ലാതെ ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും ഫ്രസ്ട്രേറ്റഡ് ആവും, അവർ കഴിക്കുകയുമില്ല, പിന്നെ അവർ കഴിക്കണില്ല എന്നുള്ളതാവും. പക്ഷേ അവർ വിശക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ ആവുമല്ലോ. പിന്നെ ഞാൻ ഈ ഒരു സിനിമ കാണാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി, ഇതുവരെ കണ്ടു തീർന്നിട്ടില്ല. മറ്റേ മോളിവുഡ് ടൈംസ് ആണ് കേട്ടോ. എനിക്കിത് എന്തോ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ വെക്കുമ്പോഴേക്കും പിള്ളേർക്ക് ഓരോരോ ആവശ്യങ്ങൾ വരും. അപ്പോൾ അവർ മതിയാക്കി വെച്ച ചിക്കൻ കാല് കൊടുത്തിട്ടുണ്ടായിരുന്നു 2 പേർക്കും വറുത്തത്, ദോശയോടൊപ്പം. അപ്പോൾ അവർക്ക് മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാനത് കഴിക്കാണ്ടോ. ഞാൻ എപ്പോൾ അത് അവർക്ക് മതിയെന്ന് പറഞ്ഞ് കഴിക്കുകയാണ്, പക്ഷേ ഞാൻ കഴിക്കണമെങ്കിൽ അവർക്ക് വീണ്ടും അത് ആവശ്യം വരും കേട്ടോ. അപ്പോൾ അതേ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സിനിമ മാറ്റിയിട്ട് ഹോട്ട്സ്റ്റാറിൽ ലൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വെച്ചേക്കാണ് കേട്ടോ. അത് പിള്ളേർക്കൊക്കെ കാണാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സിനിമയാണ്. രാമന് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ലൂക്ക എന്ന് പറഞ്ഞ സിനിമ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അരി പൊടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം, അപ്പോൾ അത് സ്നാക്കായിട്ട് ഞങ്ങൾ തിന്നാനെടുത്തു. അപ്പോൾ അജിക്കുട്ടനും രാമനും കൊടുത്തിട്ടുണ്ട്. അവർക്ക് കുറച്ച് മറ്റേ വറുത്ത പരിപ്പില്ലേ, കടലപ്പരിപ്പ്, അതും കൂടി ഇട്ടിട്ടാണ് കേട്ടോ കൊടുത്തേക്കണത്. പിന്നെ ഞാൻ ഉച്ച സമയമായി, എൻ്റെ ലഞ്ച് കഴിക്കാനുള്ള സമയമായപ്പോൾ സാമ്പാർ കഷ്ണങ്ങൾ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അച്ചിങ്ങ വലത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ വറുത്തതും ഉണ്ടായിരുന്നു. പിന്നെ വാവയുടെ ഫുഡ് ടൈമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഞാൻ റാഗിയിൽ ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ തനിയെ, അതായത് ചോറിൻ്റെ ഒപ്പം ഞാൻ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാനത് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. 2 ചെറിയ ആപ്പിളായിരുന്നുകൊണ്ട് അത് 2 ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ നമ്മൾ ഈ 10 അരി എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ 10 ചോറെന്നൊക്കെ പറയില്ല. അപ്പോൾ ചോറാണ് ഞാൻ ഇട്ടത്. 10 ചോറ് ഇട്ടിട്ട് ഞാൻ ആപ്പിളിൻ്റെ ഒപ്പം വേവിച്ചതിന് ശേഷം അത് മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടോ. എന്തായാലും ഭാവിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട് കാലിങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൾ ഹാപ്പിയാണെന്നുള്ളതാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവൾ കഴിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുള്ള അർത്ഥം. അപ്പം എൻ്റെ ആ ഒരു കുറുക്ക് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുത്തു നോക്കാം കേട്ടോ. ആപ്പിൾ പച്ചക്ക് കൊടുത്താൽ ഗ്യാസ് വരുമെന്നാണ് പറയണത്. അപ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂ ഒന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആവിയിൽ വേവിച്ചിട്ടാണ് കേട്ടോ അത് അങ്ങനെ ഉടച്ച് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കൂ കേട്ടോ കുഞ്ഞു വാവന്മാർക്ക്. പിന്നെ അത് കഴിഞ്ഞ് എടുത്ത് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നെറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് പിന്നെ അത് ഞങ്ങൾ 3 പേരെയും കിടത്തി ഉറക്കിയിട്ടുണ്ട്. അങ്ങനെ രാമൻ കിടന്ന് അങ്ങനെ ഉറങ്ങൽ പതിവില്ലാത്തതാണ്, ഇടയ്ക്ക് ഇങ്ങനെ ഉറങ്ങിക്കിട്ടും. പിന്നെ വേറൊന്നും ഇല്ലല്ലോ, രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ TV, പിന്നെ എന്നായിട്ടുള്ള കളി, അനിയനായിട്ടുള്ള ഗുസ്തി മറിക്കലൊക്കെയാണ് ഇവിടെ. അപ്പോൾ ചില നേരം അവനിങ്ങനെ ഉറങ്ങും. അപ്പോൾ എനിക്ക് കുറച്ച് നേരം എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 4:30 ആയപ്പോഴേക്കും എനിക്ക് ട്യൂഷന് പിള്ളേർ വന്നു. അതായത് കുഞ്ഞാറ്റയും കിച്ചുവും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിക്ക് മുന്നേ തന്നെ ഇങ്ങനെ മഴക്കാറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണങ്ങിയ തുണികളൊക്കെ അകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവർ വന്നതിന് ശേഷം അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടേക്ക് വൃത്തിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കിച്ചുവിന് എന്നോട് പറഞ്ഞത് ബുധനാഴ്ച ഒരു എക്സാം ഉള്ളൂ, വ്യാഴാഴ്ച എക്സാം ഇല്ലെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവനെ ഞാൻ കുറച്ച് നേരം ഇംഗ്ലീഷ് അക്ഷരങ്ങളും മലയാളവും കാര്യങ്ങളൊക്കെ എഴുതിച്ച്, ഞാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിച്ചതിന് ശേഷം ഞാൻ അവനെ കളിക്കാൻ വിട്ടു കേട്ടോ. അതിന് ശേഷം അവൻ്റെ അമ്മ എന്നെ വിളിച്ച് പറയുകയാണ് GK നാളെ എക്സാം ഉണ്ട്, ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ അവനെ പിന്നെ ഞാൻ ആ ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ടായിരുന്നു അതൊക്കെ ചോദിച്ചു, കുട്ടി പറഞ്ഞു. പിന്നെ കുഞ്ഞാറ്റക്ക് ഹിന്ദിയും മലയാളവും സെക്കൻഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മലയാളം അവളെ കൊണ്ട് വായിപ്പിക്കുകയും അതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയൊക്കെ ഞങ്ങൾ ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് വാവക്ക് കൊടുക്കാൻ വേണ്ടി നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ടാണ് ഇനി അത് കുറുക്കാക്കണം. ആ സമയത്ത് ഞാൻ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലത്തെ ചോറ് ഊറ്റിയത് ഒന്നും കൂടി കഞ്ഞിയാകിട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ അതൊന്നും കൂടി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വാവക്ക് ഞാൻ ഫുഡ് കൊടുത്തു. പിന്നെ അതിൽ ഞങ്ങളും ഇന്ന് കഞ്ഞിയാണ് കേട്ടോ കുടിച്ചത്, കഞ്ഞി മീൻ വറുത്തതൊക്കെ ആയിട്ടാണ് കുടിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. വൈകുന്നേരത്തെ എൻ്റെ പാത്രം കഴുകലും വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞു. ഹസ്ബൻഡ് വന്നു. പിന്നെ പതിവ് പോലെ ഞാൻ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡേ. അപ്പോൾ എല്ലാവർക്കും ബൈ.